നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു ചെറിയൊരു ഷോപ്പിങ്ങിന് പോവുകയാണ് കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പം അതിനേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസും അതേപോലെ തന്നെ നമ്മുടെ അമ്പലത്തിലൊരു പരിപാടി വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷമായിരിക്കും ഈ വീഡിയോ ഇടുന്നുണ്ടാവുക. അപ്പം അതിനേക്ക് വേണ്ടിയിട്ട് എനിക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സ് വേണം കേട്ടോ. ഇപ്പം ചൂട് ടൈം ആയതും അതേപോലെ തന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ടും കൂടെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് വാങ്ങാനും കൂടെ വേണ്ടി പോവുകയാണ്. പിന്നെ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിക്കാനും കേട്ടോ. അങ്ങനെ പോണ പോക്കിൽ നമ്മൾ മെയിൻ റോഡിൽ എത്തുന്നതിന് മുമ്പേ നമുക്ക് ഇതേപോലത്തെ ഒരു വയലുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾക്ക് നല്ല അടിപൊളിയൊരു മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. പിന്നെ ഒരുപാട് പേരിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഭയങ്കര ക്രേവിങ്സ് ആണ് ഇന്ന ഫുഡിനോട്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ഫുഡെന്നൊന്നും തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ. എന്ത് കിട്ടിയാലും കഴിക്കും. അതും കഴിക്കാൻ തുടങ്ങിയത് ഏകദേശം ഒരു 6-7 മാസമൊക്കെ ആവാനായപ്പോൾ കേട്ടോ. അതുവരെ ഫുള്ള് വൊമിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളിതാ അവിടെ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മുക്കത്താണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ഓപ്പൺ നൈറ്റ് വേണമല്ലോ. അപ്പം ഇങ്ങനെ വാങ്ങിയിടാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അത് അടുപ്പിച്ചതാണ് കേട്ടോ. അപ്പം അടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ വന്നിട്ടുണ്ടായിരുന്നത് ഡ്രസ്സ് എടുക്കാനാണ്. അപ്പം ഈ ഒരു ഡ്രസ്സാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കളർ ഇതല്ല കേട്ടോ, ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് എടുത്തത്. പക്ഷേ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കിങ്ങനെ തോന്നുക മറ്റേ കളർ എടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടായി. അപ്പോൾ നമ്മൾ ഇതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഈ ഡ്രസ്സൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പോപ്പീസിലേക്കാണ് കേട്ടോ. ബേബിക്കുള്ള കുറച്ച് ഐറ്റംസ് അവിടുന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. പിന്നെ ഞങ്ങൾ എല്ലാം ഓൺലൈനിലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവിടുന്ന് 2-3 ഐറ്റംസ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഓൺലൈനിലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് ക്വാളിറ്റി ആണെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും നമുക്ക് ഓൺലൈനിൽ കുറേ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് വാങ്ങിയിട്ടുള്ളത്. ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പം അതിൽ നോക്കി ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. ഇവിടെ കുറേ നല്ല നല്ല കുട്ടി ഉടുപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം നോക്കി വെച്ചിട്ടുണ്ട് പിന്നെ വന്നിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നിന്ന് 1-2 ഐറ്റംസൊക്കെ വാങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുക്കത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു മാളാണ്. അപ്പം അവിടേക്ക് പോയി. അവിടെ നിന്ന് നമ്മൾ ഈ ഫോട്ടോഷൂട്ടിനുള്ള ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടേക്ക് വരുന്നതും. അപ്പം ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ചെറിയൊരു ഇതേപോലത്തെ ഒരു കട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അവിടെ കയറിയിട്ട് 1-2 ഐറ്റംസ് അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സും പിന്നെ ടിഷ്യൂവും. പിന്നെ നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാനായതുകൊണ്ട് തന്നെ 1-2 ഐറ്റംസ് അങ്ങനെ വാങ്ങാനുണ്ട്. പിന്നെ എല്ലാം കൂടെ ഒന്നും ഇന്ന് വാങ്ങിയിട്ടില്ല. നമ്മൾ ബേബീൻ്റെ ഐറ്റംസാണ് മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും ആവശ്യമില്ലല്ലോ, ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ അടുത്തുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ അപ്പോൾ ബേബിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് മെയിനായിട്ട് ഞങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുവിധം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വിശന്നപ്പം ചായ കുടിക്കാൻ കയറിയിട്ട് അപ്പോൾ പപ്സും ചിക്കൻ റോളുമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഷെയ്ക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫൈനലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് വേണ്ടിയിരുന്നത്, ബാസ്ക്കറ്റ്. അപ്പം അത് വാങ്ങാൻ വേണ്ടി വന്നു കേട്ടോ. കുറേ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഈ ബാസ്ക്കറ്റ് വാങ്ങാൻ കിട്ടും. പക്ഷേ ഞങ്ങളങ്ങനെ വലിയ ക്യൂട്ട്നെസ് ഒന്നും നോക്കി പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്കിത് അങ്ങനെ കുറേ കാലമൊന്നും ബേബി ബാസ്ക്കറ്റായിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ബാസ്ക്കറ്റ് വാങ്ങി പിന്നെ അല്ലറ ചില്ലറ ഐറ്റംസ് വേറെയും വാങ്ങിയിട്ട് പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടാണ് പോയത്. നമുക്ക് കുറേ ഐറ്റംസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ മിക്കപ്പോഴും ഇവിടുന്നേ ഓട്ടോ വിളിച്ചിട്ട് പോകും കേട്ടോ. ഇവിടുന്ന് ഒരു 20-25 മിനിറ്റുള്ള ട്രാവൽ അത്രേ ഉണ്ടാവുള്ളൂ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.